ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് ഒരു ഇടിയൻ ചക്ക ഇടാമെന്ന് വിചാരിച്ചിട്ട് പ്ലാവിൻ്റെ അടുത്തേക്ക് വന്നു കേട്ടോ. അപ്പം നിറയെ ഇടിയൻ ചക്ക ഉണ്ടായി നിൽക്കുന്നുണ്ട്. മുകളിലാണ്, താഴത്തായിട്ട് ഒരെണ്ണം ഉണ്ട്. അപ്പം അത് ഒരെണ്ണം ഇടാം എന്ന് വിചാരിച്ചിട്ട് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചിട്ട്. ഞങ്ങൾ തൃശ്ശൂർക്കാർ ഉപ്പേരി എന്നാണ് പറയുക കേട്ടോ. തോരൻ എന്നല്ല പറയുക, ഉപ്പേരി എന്നാണ് പറയുക. അപ്പോൾ അത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ പകുതി എടുത്തിട്ട്, ഫുള്ള് ഞാൻ എടുത്തില്ല കേട്ടോ. അതിൻ്റെ പകുതി എടുത്തിട്ട് ഞാൻ ചെറുതാക്കി അരിഞ്ഞിട്ട് അതിൻ്റെ മുള്ള് ചെത്തി കളഞ്ഞിട്ട് കുനുകുന അരിയാന്ന് വിചാരിച്ചു. ഞാൻ ചിലപ്പോൾ ഇത് ചെറിയ പീസുകളാക്കിയിട്ട് കുക്കറിൽ വേവിച്ചിട്ട് കയ്യിൽ വെച്ച് ഉടച്ച് ഇതാക്കും. ചിലപ്പോൾ ഞാനിത് ഇങ്ങനെ ചെയ്യും, ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട്. ഇത് ചെറുതായി അരിഞ്ഞ് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചിട്ട് വേവിക്കും. എന്നിട്ട് കാച്ചാന്ന് വിചാരിക്കും. അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുക്കറിലിട്ട് വിസിലടിക്കുക തന്നെ വേണം. അല്ലെങ്കിൽ ഇത്തിരി വേവാൻ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അത് 3 വിസിലടിപ്പിച്ച് ഇറക്കി വെച്ച് ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് ഇത്തിരി നാളികേരവും ഇട്ടിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെന്തിട്ടുണ്ട്, തുറന്ന് നോക്കിയപ്പോൾ. അപ്പം ഇനി അത് ഒന്നും കൂടി ഒന്ന് കുത്തി ഉടച്ച് കയ്യിലുകൊണ്ട് ഒന്ന് ഇതാക്കി ഇനി ചീനച്ചട്ടി വെച്ചിട്ട് ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചത് മൂപ്പിച്ച് ഞാനിതിൽ ചതച്ച മുളകാണ് ചേർക്കണം. മുളക് കുറച്ചിടണുള്ളൂ, കുട്ടികൾക്ക് എരിവ് ഇതായിരിക്കണതിനും കുറച്ച് മുളക് പൊടി ചതച്ച മുളക് ഇടണുള്ളൂ. അപ്പോൾ 1 സ്പൂൺ ഫുള്ളായിട്ട് ഇട്ടിട്ടില്ലേ, അതിട്ട് കഴിഞ്ഞ് ഞാൻ നാളികേരം ഇടാറുണ്ട്. ഇന്ന് മറന്നു, അത് കഴിഞ്ഞിട്ട് നാളികേരം ഇടാൻ. ഞാൻ പിന്നെ ഇടിയൻ ചക്ക ഇട്ടതിന് ശേഷമാണ് നാളികേരം ഇടണത്. അങ്ങനെ അതിട്ട് കുറച്ചൊരു വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നാളികേരമൊക്കെ ഇട്ട് അത് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ആ വെള്ളം വറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ ചെറിയ വീഡിയോ ആണ്, എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും കൂടുതൽ വീഡിയോസായിട്ട് ഞാൻ വരാം. സ്റ്റിച്ചിങ്ങും കുക്കിങ്ങും ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ നന്ദി.